Hello everyone, welcome to my YouTube class. In this video, I will explain the first chapter from our MEG 5 Literary Criticism and Theory. So let's start. ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ 3 ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ലിറ്ററേച്ചർ, ക്രിറ്റിസിസം, തിയറി. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഐഡിയാസിനെ, നമ്മുടെ ഇമോഷൻസിനെ, സ്റ്റോറീസിനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ബേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ. ഇനി തിയറി എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഐഡിയാസ്, നമ്മുടെ ഒരു ലിറ്ററേച്ചർ വർക്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ഐഡിയാസാണ് തിയറീസ് എന്ന് പറയുന്നത്. ഇനി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഒരു വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്ത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ, ജസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് വർക്കാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അതൊരു ഇവാലുവേഷനാണ്, നമ്മളൊരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യലാണ്. തിയറി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യലാണ്. ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട 2 തിയറീസാണുള്ളത്: സ്ട്രക്ചറലിസം, ഫോർമലിസം. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ ലാംഗ്വേജിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അവിടെ ഈ സ്ട്രക്ചറലിസത്തിൽ നമ്മൾ അതിൻ്റെ മീനിങ് എന്താണെന്നല്ല, ആ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വേർഡ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇതാണ് നമ്മുടെ സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്. ഇതാണ് ഫോർമലിസം. ഫോർമലിസവും നമ്മളൊരു വർക്കിൻ്റെ, ഒരു ലിറ്ററേച്ചറിൻ്റെ ഫോമിലും സ്ട്രക്ചറിലും ലാംഗ്വേജിലും മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ഫോർമലിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു വർക്കിൻ്റെ ആ വർക്കിൻ്റെ ഓതറിൻ്റെ ലൈഫോ അതിൻ്റെ ഹിസ്റ്ററിയോ അതിൻ്റെ പൊളിറ്റിക്സിലേക്കോ അറേഞ്ച് ചെല്ലില്ല. ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് ഇസ് ഇനഫ് എന്നാണ്. നമ്മൾ ആ ടെക്സ്റ്റ് എന്താണോ അത് തന്നെ ധാരാളം. നമ്മൾ ആ ടെക്സ്റ്റ് പഠിക്കുക, ആ ടെക്സ്റ്റിൻ്റെ അതിൽ യൂസ് ചെയ്ത ഡിവൈസ്, അതിൽ യൂസ് ചെയ്ത സ്റ്റൈൽ, അതിൻ്റെ നറേറ്റീവ്, അതിൻ്റെ ഇമേജസ്, അതിൻ്റെ മെറ്റഫേഴ്സ്, സിമ്പിൾസ്, സ്ട്രക്ചർ, റൈം, ഇത്രയും കാര്യങ്ങളിൽ മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടൂ എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഒരു ലിറ്റററി വർക്ക് അനലൈസ് ചെയ്യാൻ ഒരു ഓതറിൻ്റെ ബയോഗ്രഫിയോ അവരുടെ ഹിസ്റ്ററിയോ ബാക്ക്ഗ്രൗണ്ടോ അറിയേണ്ടതില്ല എന്നാണ് ഫോർമലിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ലിറ്ററേച്ചറും ക്രിറ്റിസിസം, തിയറി, ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് വരാൻ ഒരു ക്വസ്റ്റ്യൻ സാധ്യത ഉള്ളത്. ഇനി വൈ തിയറി ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് തിയറി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത് എന്നുള്ള ക്വസ്റ്റ്യൻസും ആണ്. ആ 2 ക്വസ്റ്റ്യൻസാണ് മിക്കവാറും ഇതെന്ന് വരാൻ ചാൻസ് കൂടുതൽ. സോ ഇതിന് നമ്മൾ ആൻസർ ചെയ്ത് നോക്കുക. നമ്മൾ എന്താണ് ലിറ്ററേച്ചർ, എന്താണ് ക്രിറ്റിസിസം, എന്താണ് തിയറി എന്നുള്ളത് നന്നായിട്ട് അറിയാം. അത് കമ്പയർ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ തിയറിയുടെ ഇമ്പോർട്ടൻസ്, തിയറി നമുക്ക് എങ്ങനെ എത്രത്തോളം ഏതൊരു വർക്കിനെയും അത് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്, തിയറി ആവശ്യമാണ്. അതുപോലെ തിയറി നന്നായിട്ട് പഠിച്ചു പോവുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.